ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതകളൊന്നുമില്ല എന്നുള്ളതാണ് നിലവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനിയും വരേണ്ടതുണ്ട്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലമടക്കം വരേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഈ പ്രദേശവാസിയായ യേശുദാസ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടന് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത വ്യക്തിയാണ്. ചേട്ടൻ ഇപ്പോഴത്തെ അപ്ഡേഷനൊക്കെ അറിഞ്ഞിരുന്നോ? അതായത് ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ നിലവിൽ വന്ന ഫലങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പോലീസ് ഇൻക്വസ്റ്റിലും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടെത്തിയത്. മറ്റ് പരിക്കുകളോ ചതവുകളോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ. അത് ഞാൻ വാർത്ത കേട്ടില്ല. അത് വാർത്ത കേൾക്കേണ്ട സമയത്ത് ഞാൻ കടയിൽ നിൽക്കുന്നത്. എനിക്ക് ഈ പുള്ളിയായിട്ട് ഒരു 35 വർഷത്തെ പരിചയമുണ്ട്. ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി. ഗോപൻ സ്വാമി എന്നല്ല, യഥാർത്ഥ അയാളുടെ പേര് കിഷൻ എന്നാണ്. കിഷൻ. ഇവര് പ്ലാവളയിൽ താമസക്കാരനായിരുന്നു. അവിടെ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആറെല്ലാം താമസമായത്. ഇവിടെ ഇവിടെ BMSന്റെ യൂണിയനിൽ ചേർന്ന് ഇവിടെ വസ്തു വാങ്ങിച്ച് വീട് വെച്ചു. അങ്ങനെയാണ് ഗോവൻ മണിയൻ എന്നുള്ള പേര് വന്നത്, യൂണിയനിലൊക്കെ ചേർന്നത്. അങ്ങനെ ഇവിടെ ഒരു 35 വർഷം കൊണ്ടുള്ള നല്ല പരിചയമുള്ളതാണ്. എൻ്റെ ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ട്. തടിമുറിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഞാൻ തടിമുറിപ്പും തേങ്ങോട്ട് വരുന്നതാണ്. എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ കൂടെ ഞാൻ പാനം വെട്ടാനൊക്കെ എല്ലാവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അയാൾ. നല്ലൊരു വ്യക്തി, നല്ല സ്നേഹമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആളാണ്. പക്ഷേ ഇപ്പോഴ് കാണാനില്ല എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഒരു പോസ്റ്റ് അവിടെ അവരുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നിടത്തോടെ മതിലൊട്ടിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ വാർഡ് മെമ്പർ അറിയിപ്പിച്ചതും സ്റ്റേഷനിലെ അറിയിച്ചതും. ഗോപൻ സ്വാമി മരിച്ചു എന്ന് നിങ്ങളടക്കം ആദ്യമേ അറിയുന്നത് ഈ മക്കൾ പതിച്ച പോസ്റ്ററിന്റെ അറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ മിസ്സിംഗ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പരാതി കൊടുത്തതും. അവർ പരാതി കൊടുത്തതും ഇവിടെ വന്നു. പോലീസ് വന്നിട്ട് വീട്ടിൽ വന്ന് അന്വേഷണം ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് രണ്ടാം മിസ്സിങ്ങിൽ കൊടുത്ത കേസ്. അങ്ങനെ കൊടുത്താണ് അന്വേഷണം വന്നതും. തിങ്കളാഴ്ച ആയിരുന്നു ഇത് തോണ്ടി എടുക്കാനായിട്ട് RTO എല്ലാം ഡെപ്യൂട്ടി കളക്ടർ എല്ലാം വന്നതും എടുക്കുകയൊക്കെ ചെയ്തപ്പോഴും ഇവർ തടസ്സം നിന്ന് പിന്മാറിപ്പോയത്. അങ്ങനെ വീണ്ടും ഇവർ നോട്ടീസ് എടുത്തില്ലെന്ന് പറഞ്ഞാണ് അന്ന് തിങ്കളാഴ്ച ഒഴിവായി പോയത്. പോലീസുകാർ കളക്ടർ അടക്കം വന്നിട്ട് പോയത്. അതായത് ഞാൻ ഒരു കാര്യം ഇടപെട്ടോട്ടെ. അതായത് ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം നീണ്ട പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തു എന്നാണ് ഈ മക്കൾ അവകാശപ്പെടുന്നത്. അത് വ്യാഴാഴ്ച ആരും കണ്ടില്ല, ഒരു പ്രദേശവാസികളും കണ്ടിട്ടില്ല. തൊട്ടടുത്ത വീടാക്കാണ് എൻ്റെ വീട്. ഇത് ശരിക്കും ഒരു മാധ്യമങ്ങളടക്കം കൊടുത്ത ഈ ഒരു ചർച്ചയിൽ ചില ഡിബേറ്റുകളിലൊക്കെ ചേട്ടൻ്റെ ഒരു ഫോൺ കോളൊക്കെ ഞാൻ കണ്ടു. നല്ല രീതിയിലുള്ളൊരു വൈരാഗ്യ ബുദ്ധി എന്നൊക്കെ, അല്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു ഒരു വിരോധം ചേട്ടനോട് അവർക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ഭയങ്കര അത്തരത്തിലുള്ള മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു തർക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം. പിന്നെ ആള് കാണാനില്ല, മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിലിൽ ചെന്ന് കരിക്ക് ജപിച്ച് കുടിച്ചു, വന്നു കഞ്ഞി കുടിച്ചു, BP ഷുഗറിൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് സമാധി ഇരുന്നെന്ന് പറഞ്ഞത്. സുഖമില്ലാതെ കിടന്ന ഒരു മനുഷ്യൻ എങ്ങനെ കഴിച്ച് പോയത്, അതിലൊരു സംശയം വന്നു ഞങ്ങൾക്ക്. ഏകദേശം എത്ര കാലമായിട്ട് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി കിടപ്പ് രോഗിയാണെന്നാണ് ചേട്ടൻ കണ്ടിട്ടുള്ളത്? അത് 1 വർഷത്തേക്ക് മുമ്പ് കാല് കുപ്പിയോട് കൊണ്ട് വീട്ടിൽ വെളിയിൽ നിന്ന് പോകാതെ കുപ്പിച്ചില്ലുകൊണ്ട് ആശുപത്രിയിൽ മോൻ കൊണ്ടുപോകണുണ്ട്. ശരി. അതിനിടയ്ക്ക് ഒരു 6 മാസത്തേക്ക് മുമ്പ് ഞാൻ അവിടെ ഒരു കമ്മുമ്പ് എടുക്കാൻ പോയപ്പോൾ അവിടെ കസേരയിൽ ഇരുത്തിക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ എനിക്ക് അവരോട് ആരും സംസാരിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ മക്കളൊന്നും ഭാര്യ ആരും സംസാരിക്കുക എടുക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ പുള്ളി പുറത്തെവിടെയെങ്കിലും കണ്ടാൽ മാത്രമേ നമ്മൾ സംസാരിക്കൂ. എന്നെ ഒരു അനിയൻ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജാതി സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഗോപൻ സ്വാമിയുമായിട്ട് വ്യക്തിപരമായിട്ട് ചേട്ടൻ നല്ലൊരു അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ചേട്ടൻ പറഞ്ഞിരുന്നു ആ രീതിയിൽ ഈ കുടുംബം എന്തുകൊണ്ടാണ്, അത് എല്ലാ പ്രദേശവാസികളുടെ ആ രീതിയിലാണ് ഇടപെടുന്നത്? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, മക്കളും ഭാര്യയും മരുമകളും ആരും വെളിയിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. അവർ സ്വന്തം കാര്യം വീട്ടിൽ നോക്കുക മാത്രമാണ്. പക്ഷേ ഇന്ന് അങ്ങേര് ഇത് എന്താണ് സംഭവിച്ചത് ഏതാണെന്ന് അറിയാൻ പാടില്ല. നമുക്ക് മരിച്ചതിൽ ദുഃഖവും കാര്യങ്ങളുണ്ട്. എൻ്റെ കൂടെ എനിക്ക് 35 വർഷത്തെ പരിചയമുള്ള ഒരു മനുഷ്യനാണ്. അതായത് അവസാനം കാണുന്ന ഘട്ടത്തിലൊക്കെ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും, അല്ലെങ്കിൽ മറ്റൊരു സഹായം ഇല്ലാതെ അവിടെ ഇരിക്കുന്ന കസേര നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനമായിട്ട് ചേട്ടൻ ശരിക്കും ഈ 1 വർഷത്തേക്ക് മുമ്പ് മോൻ്റെ ബൈക്കിൽ ആശുപത്രി പോകണുണ്ട്. അത് കഴിഞ്ഞിട്ട് 6 മാസത്തേക്ക് മുമ്പ് ഫ്രണ്ടിൽ കസേരയിൽ ഇരുത്തിങ്ങനെ ഞാൻ കണ്ടു. അവിടെ ഞാൻ അപ്പുറത്ത് കമ്മുമ്പ് എടുക്കാൻ വന്നപ്പോഴും ഞാൻ അങ്ങനെ കണ്ടതാണ്. പിന്നെ അതിനുശേഷം കണ്ടത് ഇപ്പോൾ ഇന്ന് ബോഡി എടുത്ത് കൊണ്ടുപോകണമെന്ന് മാത്രമേ കണ്ടുള്ളൂ. ഈ നിരന്തരമായിട്ട് ഇവർ പറയുന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ യേശുദാസ് എന്ന് പറഞ്ഞ ചേട്ടനെടുക്കുക മാത്രമല്ല ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ഈ വലിയ രീതിയിലുള്ള ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഈ ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട നടത്തിപ്പിലൊക്കെ വലിയ രീതിയിലുള്ള വിയോജിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ് അവരുടെ വാദം. ഇല്ല, അതൊക്കെ പച്ചക്കള്ളമാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം പണി ചെയ്യാൻ പുള്ളിയുടെ പൈസ മാത്രം കൊണ്ട് ചെയ്തതല്ല. ഇത് നാട്ടുകാരുടെ പൈസകളെല്ലാം ചേർന്ന് ഉണ്ടാക്കി വെച്ച അമ്പലമാണ്. ഇങ്ങനെ ഒരു ആശ്രമം എന്ന് പറഞ്ഞ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മരുത്തുമലയിലൊരു ഒരു ആശ്രമം പോലെ ഉണ്ടാക്കി ഒരു ഓടിട്ട കെട്ടമൊക്കെ വെച്ചിട്ട് അത് അവിടെ മുത്തുമണി സ്വാമിക്ക് എന്ന് പറഞ്ഞ് വിറ്റിട്ടാണ് അതിൽ കുറച്ച് കാശും കൊണ്ടുവന്നാണ് ഈ നാട്ടിലെ പൈസയ്ക്കാണ് ആദ്യം ഒരു ചെറിയ ക്ഷേത്രം പണിയത്. അതിൻ്റെ ഇപ്പത്തേക്കുന്നത് അതിൻ്റെ അടുക്കാണ് ഈ വലിയ ക്ഷേത്രം പണിയത്. അങ്ങനെ ചെയ്ത ഒരു ആളാണ്. പക്ഷെ അങ്ങേര് ഈ സുഖമില്ലാതെ ക്ഷണിച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രം സ്വന്തം അമ്മ ഏറ്റെടുത്ത് ഇത്രയും രീതിയിൽ അലവലായത്. പിന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല, മറ്റാണ് മറിച്ചതാണ്. ഇവിടെ രാത്രി 12:30-ക്ക് ശേഷമാണ് പൂജ, പകൽ പൂജയൊന്നുമില്ല.
അതായത് ഈ ഗോവൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി ഈ ക്ഷേത്രത്തിൽ നടത്തിപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് നല്ല രീതിയിലാണ് പ്രദേശവാസികളുമായിട്ടുള്ള നല്ല രീതിയിൽ അടുപ്പം സൂക്ഷിച്ചിരുന്നു. പിന്നീട് ഈ ഒരു മകൻ രാജസേൻ എന്നാണ് ഞാൻ കരുതുന്നത്, അല്ല അദ്ദേഹത്തിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്. രാജസേൻ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് മുതലാണ് വലിയ രീതിയിലുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ ആർക്ക് ക്ഷേത്രം വേണമെന്ന് പിടിച്ചുപറിക്കണമെന്നില്ല. അവരെ കുടുംബ ക്ഷേത്രമാണ്, അവർ സ്വന്തം സ്ഥലത്തെത്തിക്കുന്ന ക്ഷേത്രമാണ്, അത് അവർക്ക് തന്നെ ഉള്ള അവകാശം. അത് നാട്ടുകാർക്ക് ആരും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പോവുകയില്ല, അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ സന്യാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതായത് മക്കളടക്കം പറയുന്നത് അച്ഛൻ ചെറിയ പ്രായം തൊട്ടേ പറഞ്ഞതുപോലെ ആ രീതിയിലുള്ളൊരു സന്യാസം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു താല്പര്യമൊക്കെയുള്ള വ്യക്തിയായിരുന്നു. ഭാര്യ സുലോചന പറയുന്നുണ്ട്, എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഈ രീതിയിലുള്ള ഒരു സന്യാസിയുടെയൊക്കെ ചില ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആ രീതിയിൽ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അങ്ങനെ ഒരു താല്പര്യമൊക്കെ നിങ്ങൾ നേരിട്ട് അറിയാവുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഈ പ്ലാവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു അടിക്കേസ് ഒരു കുടുംബമായിട്ട് അവിടെയുള്ള ആൾക്കാരെ അടിയും വെട്ടി നടത്തിയിട്ട് വന്ന പാർട്ടിയാണ്. അന്ന് കിഷൻ എന്ന് പറയുന്ന പേര്. ഇവിടെ നിന്നാണ് ഗോവൻ മണിയൻ പേര് വന്നത്. അവിടെ നിന്ന് വന്ന് ഇവിടെ ഈ വസ്തു വാങ്ങിച്ചും വീട് വെച്ചും താമസിച്ച ഒരു മനുഷ്യനാണ്. അപ്പോഴും ഹിന്ദു വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഇവിടെ ആറൻമൂട് ഹിന്ദു മുസ്ലിങ്ങളുടെ അടിയടന്നപ്പോൾ തീവപ്പ് കേസിന് ഇവർ പ്രതിയാണ്. ഈ ഗോവൻ സ്വാമിയൊക്കെ പ്രതി സ്വാമിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പം ഇത് പറയേണ്ട ഇട വന്നുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇത് ഞാൻ പറയില്ല. കാര്യം അത്ര സ്നേഹമായിട്ട് ഇരുന്നിട്ട് ഈ രീതിയിൽ മറ്റുള്ളവരെ കുറ്റം പറയണതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യമല്ല എനിക്ക്. അത്ര സ്നേഹമായിട്ട് ഇരുന്നിട്ട് ഇതെന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മക്കൾ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം. ഇല്ല, ഇത് പറയേണ്ട കാര്യമില്ല, ഇത് നടന്ന സംഭവമാണിത്. ഏതെങ്കിലും രീതിയിൽ ചില മാധ്യമങ്ങളിലൊക്കെ ഞാൻ ചില പ്രതികരണങ്ങൾ കണ്ടിരുന്നു. അല്ല, അതായത് ഈ അച്ഛനോടൊക്കെ ഈ ഒരു നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയിൽ അവസാന കാലത്തൊക്കെ മക്കളുടെ ചില സംഭാഷണങ്ങളൊക്കെ ചേട്ടൻ അത്തരത്തിൽ കേട്ടിരുന്നു. അത് ഈ വിശംബരൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളത്തെ വീട്ടുകാരനാണ് പറഞ്ഞത്. തന്ത മൂത്രം ഒഴിച്ചിട്ട് കിടന്നിട്ട് വീണ്ടും തുണി മാറി 1 മണിക്കൂർ കഴിയുമ്പോൾ മൂത്രം ഒഴിച്ചപ്പോൾ മൂത്ത വഴക്ക് പറഞ്ഞത് ഒക്കെ അത് തൊട്ടടുത്ത വീട്ടിൽ കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പം മൂത്രമൊഴിച്ച് തുണി മാറിയില്ല, അതിനിടയ്ക്ക് വീണ്ടും മൂത്രമൊഴിച്ചു പറഞ്ഞു. അങ്ങനെ സുഖമില്ലാതെ കിടന്ന് കണ്ണ് കാഴ്ചയും കുറഞ്ഞ ഒരാൾ എങ്ങനെ നടന്നു പോയി ഈ കോവിലിൽ ചെന്ന് കരിക്കും ജപിച്ച് കുടിച്ചെന്നുള്ള ഇതാണ് പറഞ്ഞൊരു സംശയമുള്ളത്. ഏകദേശം എത്ര നാളായിട്ട് ഈ നിങ്ങളടക്കമുള്ള അയൽവാസികളുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാത്ത? 1 വർഷത്തിലധികമായി. 1 വർഷത്തിലധികമായിട്ട് അവരുടെ കുടുംബമായിട്ട് മാത്രം അവർ താമസിക്കുകയാണ്. അവരുടെ അമ്പലങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കും, പൂജകളൊക്കെ ചെയ്യും. ഒരു പ്രദേശവാസികളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നതാണ്. 2016 ഈ പ്രതിഷ്ഠ വന്നത്, ക്ഷേത്രം പ്രതിഷ്ഠ. അത് വന്ന് 1.5 വർഷം വരെ ക്ഷേത്രത്തിൽ നാട്ടുകാർക്ക്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളയ അമ്മ ഏറ്റെടുത്ത് പിന്നെ ആൾക്കാരായിട്ട് അത്ര കമ്പനിയില്ല. ആൾക്കാർ വന്നാലും പോയെന്നാലും അപൂർവ്വം ആൾക്കാരാണ് വരുള്ളൂ. ശരിക്കും ക്ഷേത്ര നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രദേശവാസികൾ ഈ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം ഈ പറഞ്ഞ മനസ്സിലായില്ലേ, ഇത് അവർ സ്വന്തം ഇഷ്ടത്തിന് അവർക്ക് തോന്നുമ്പോൾ തുറക്കൊക്കെ എടുക്കൊക്കെയാണ്. രാത്രി പാട്ടിടാക്കാം, അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്. നേരെ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇങ്ങനെ രാത്രി 1 മണിക്ക് 2 മണിക്ക് പാട്ടിടുന്നുണ്ട്. സ്ത്രീകളുടെ വസ്ത്രവിധാനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അവർ ഈ ക്ഷേത്രം അടച്ചിട്ടിരുന്നു. പിന്നെ നാട്ടുകാരെല്ലാം കൂടി വിളിച്ച് ഈ ആൾക്കാരുടെ ഗോസ്വാമി മക്കളെയൊക്കെ ചെന്നൊരു കമ്മിറ്റി കൂടിയൊക്കെ ചെന്ന് സംസാരിക്കാൻ പോയപ്പോൾ പറഞ്ഞിട്ട് ചുരിദാർ ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല. എന്നിട്ട് തന്ത പറഞ്ഞത് കുഴപ്പമില്ല മക്കളെന്ന് പറഞ്ഞപ്പോൾ ഈ മോനും മൂത്തവനും തള്ളയാണ്, പറ്റൂല, ചുരിദാർ പറ്റൂല. ഈ കൊച്ചായാലും വലിയ ആൾക്കാരും ചുരിദാറിട്ടുണ്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല. അതായത് താങ്കൾ പറയുന്നതനുസരിച്ചിട്ട് എന്ന് മുതലാണോ ഈ രാജസേനൻ എന്ന് പറയുന്ന മകൻ ക്ഷേത്ര നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത്? പിന്നീട് പ്രത്യേക നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരിക. 2018 തൊട്ട് ഇവർ സ്വന്തമായിട്ട് തന്നെ ഈ മോൻ തന്നെ നടത്തുന്നത്. 14 പ്രദേശ 16, 17, 18 ശേഷമൊക്കെ ഈ മോൻ തന്നെ. പിന്നെ തന്തയായിട്ടത്ര ഇല്ല, ഇവനാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇതിനു മുമ്പേ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞ് ഇവനെ ദേവസ്വം ബോർഡിൽ പണി കിട്ടി, കൊട്ടാരക്കര ഗണപതി കൊണ്ടുവന്നാണ് പണി കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ രാവിലെ 5 മണിക്ക് പോയി, രാവിലെ 5 മണി വെളുപ്പിൽ 5 മണിക്ക് പോയിട്ട് 9 മണിക്ക് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അതിൽ പറഞ്ഞിട്ട് പച്ച കള്ളമാണ്. ആ പേര് പറഞ്ഞാണ് പെണ്ണ് കിട്ടിയത്. ദേവസ്വം ബോർഡിൽ പണിയുണ്ടെന്ന് പറഞ്ഞാണ് പെണ്ണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ രാജസേന എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഗോവൻ മണിച്ചേട്ടൻ്റെ കൂടി എനിക്ക് സ്നേഹമുണ്ട്. ഗോവമണി എന്നാണ് ചേട്ടാന്നാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ഇതുവരെ ഞാൻ പോറ്റിന്നൊന്നും വിളിച്ചിട്ടില്ല. എൻ്റെ കൂടെ പണിക്ക് വന്നപ്പോഴും ചേട്ടാ കയറ് പിടിയെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ്റെ കൂടെ ബാലമിട്ടമ്മയുടെ തമ്പി ഇങ്ങനെ വിട്ട് അങ്ങനെ അരിഞ്ഞിറക്കെന്ന് പറഞ്ഞ് ബാലമിട്ടാനൊക്കെ ഞാൻ കൂടുതൽ പണിക്ക് കൂടെ എൻ്റെ കൂടെ വന്ന് അങ്ങനെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് 35 വർഷം കൊണ്ട് എന്നറിയുന്നുള്ള വ്യക്തിയാണ്. പക്ഷേ അവരുടെ മക്കൾ പല സ്വഭാവത്തിലും മാറിപ്പോയി. അതിന് പറഞ്ഞിട്ട് അങ്ങനെ അല്പം ക്ഷയിച്ചതിന് ശേഷം പിന്നെ അങ്ങേറ്റ് പറയണമെന്നും മക്കൾ കേൾക്കില്ല. ഇതാണ് യഥാർത്ഥ സത്യാവസ്ഥ. ഇത് ആ ഒരു സമയങ്ങളിലൊക്കെ ദുരൂഹത പറഞ്ഞിരുന്ന സമയത്തും തൊട്ടടുത്ത ദിവസങ്ങളിലുമൊക്കെ മക്കൾക്കെതിരെ കൊലപാതകത്തിന് കേസെടുക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ചേട്ടൻ നടത്തിയിരുന്നു. ആ രീതിയിൽ ഇപ്പോൾ നിലവിൽ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. നമുക്കൊരു കാര്യം നിലവിൽ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ അത് സ്വാഭാവിക മരണമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ എല്ലാ അവയവങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരട്ടെ. യാന്ത്രിക എല്ലാം വരട്ടെ. വരുന്ന ശേഷം ആദ്യം ഒന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ സുഖമില്ലാതെ കിടന്ന ഒരാള് മലമൂത്രം കട്ടിൽ കിടന്ന് എടുക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞ തൊട്ടടുത്ത വീട്ടിൽ വിശംബരൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുകയാണ് സംഭവം. വിശംബരൻ്റെ വീടിന് തൊട്ടടുത്താണ്. അതിൽ നിന്നും കുറച്ച് ഒരു 250 മീറ്റർ മാറിയാണ് എൻ്റെ വീട്. അപ്പം ഇങ്ങനെ ഇത് എന്നോട് പറഞ്ഞ് ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് അവരുടെ കാര്യം അവർ വെളിയിൽ ആരോടും മിണ്ടാത്ത സംസാരിക്കാതെ ഇരിക്കുന്നിടത്ത് പിന്നെ നമ്മൾ പോയി സംസാരിക്കേണ്ട കാര്യം എന്ത്?
ഒരു രീതിയിലും ഇങ്ങനത്തുള്ള പൂജകളൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതാണ്ട് ഇത്ര മണിക്കൂറുകൾ നീണ്ട പൂജയാണ്, അതിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഞാൻ വെളിച്ചമോ കേൾക്കട്ടെ നിങ്ങൾ ഞാൻ കേൾക്കട്ടെ ആരും ഇല്ല കണ്ടിട്ടില്ല തന്നെയാണല്ലേ? കണ്ടില്ല കണ്ട സംഭവം അച്ഛൻ സമാധി ഇരുന്നിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ പോലുള്ള അയൽവക്കക്കാർ 5 പേര് അറിയിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നും വരില്ല, ഉണ്ടാവില്ലെന്നാണ് കൃത്യമായ പറയുന്നത്. പ്രശ്നം ഉണ്ടാവില്ല, ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. ഞങ്ങൾ കൂടെ സപ്പോർട്ട് നിൽക്കുമായിരുന്നു, ഇതിന് മുന്നിട്ട് നമ്മൾ നിൽക്കുമായിരുന്നു. ഞാനൊരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് ക്രിസ്ത്യൻ പേരാണെങ്കിലും ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുകയാണ്. 29 വർഷം ചില്ലറയായി ഞാൻ ഈ കഴിഞ്ഞ പൊങ്കാലയോടെ 29 വർഷം കൊണ്ട് ഞാൻ ചക്കുളത്ത് സ്ഥിരം പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ മാസം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കൊറോണയ്ക്ക് 2 മാസം മാത്രമേ ഞാൻ പോകാത്തത്, ബാക്കി എല്ലാ മാസം കൊണ്ട് ഇന്ന് ചക്കുളത്ത് പോകാൻ ഇന്ന് രാത്രി, നാളെ ആദ്യ വെള്ളിയാഴ്ച, മരണമാസം ആദ്യ വെള്ളിയാഴ്ച. 22 വർഷം ശബരിമല പോയിട്ടുണ്ട്. തിരിച്ച് ഉള്ള ക്ഷേത്രങ്ങളെല്ലാം പറയുന്നത് എല്ലാ വിശ്വാസങ്ങളെ ആചാരങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. മറ്റ് മതങ്ങളായിട്ടൊന്നും കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. ഒരു മതങ്ങളും കൂട്ടിക്കേൾക്കണം. ഞാൻ എല്ലാ ദൈവവിശ്വാസത്തിൽ ഇരിക്കുകയാണ് ഉള്ളതാണ്. എനിക്ക് എല്ലാവരോടുള്ള സ്നേഹം സന്തോഷമുണ്ട്. ഈ 35 വർഷം കൊണ്ട് എനിക്കിവിടെ ആരുടെയും വഴക്കും സത്രവും വിരോധമൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും മണിയൻ ചേട്ടൻ മരിച്ചതിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചതെന്നതിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അത്ര സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ കൂടെയും അത്ര ഈ നാട്ടുകാരുടെ എല്ലാവർക്കും സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അങ്ങനെ മക്കളതല്ല, നേരെ തിരിച്ചാണ്. നിങ്ങളുമായിട്ട് എപ്പോഴെങ്കിലും ഈ മക്കൾ തർക്കമുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല പ്രദേശവാസികൾ ആരോടെങ്കിലുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ട്? അവർ വഴി തർക്കമായിട്ട് ബന്ധപ്പെട്ട് അത് വഴി തർക്കം അതൊക്കെ ചുമ്മാ ആ രീതിയിൽ പല ആരോപണങ്ങളും നമ്മളടക്കം പറഞ്ഞിരുന്നു. ഈ വഴി എന്ന് പറഞ്ഞാൽ ഈ ചാലിൻ്റെ എന്നുള്ള റോഡ് എന്ന് പറഞ്ഞത് ഫസ്റ്റിലെ പോലീസ് ബാബു എന്ന് പറഞ്ഞ ആളാണ് കൊടുത്തത് സ്ഥലം. ഇവിടെ നിന്ന് താഴെറ്റം വരെ അവിടെ. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മുസ്ലിമാണ്, അവരെ വസ്തുവാണ് സ്ഥലം വിട്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഈ ബാബു പോലീസുകാരൻ്റെ അളിയൻ ബാലേന്ദ്രൻ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഈ നാഗര ഇത് വെച്ചിരിക്കുന്നത്, നാഗര ഇത് വെച്ചിരിക്കുന്നത്. അവരോട് 1 സെൻറ്റ് കൊടുത്തത്. അതിൻ്റെ തൊട്ട് താഴെ മുനിസിപ്പാലിറ്റി ചെയർമാൻ SS ജയകുമാർ കൊടുത്ത സ്ഥലമാണ്. ഇതെല്ലാം വെട്ടി അവരെ കോവിൻ്റെ അടുത്ത് റോഡ് ആവുന്നവരെ നാട്ടുകാരെല്ലാം വേണം. ആയി കോവിൽ പ്രതിഷ്ഠയൊക്കെ വെച്ച് അത് കഴിയുമ്പോൾ നാട്ടുകാർ വേണ്ട, അവർക്ക് സ്വന്തം ഇഷ്ടമായി. നല്ല കാര്യം, നന്നായിരിക്കട്ടെ. ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്തുകയാണ്. അതായത് നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ്, അസ്വാഭാവികതയില്ല. നമ്മൾ പറഞ്ഞതുപോലെ പല പരിശോധനാ ഫലങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. DNA പരിശോധനാ ഫലം വരേണ്ടതുണ്ട്, ആന്തരിക അവയവങ്ങളിലെ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, കുടുംബം സഹകരിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയാൻ വയ്യ. പക്ഷേ നിങ്ങൾ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് സംസ്കാര കർമ്മങ്ങളിലടക്കം പങ്കെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് താല്പര്യമുണ്ടോ? അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? എനിക്ക് ഒരു ആരോട്ടും ഒരു വിരോധമില്ല, ഇന്നുമില്ല, നാളെയില്ല, മറ്റന്നാളുമില്ല. എനിക്ക് എല്ലാവരും സഹകരിച്ച് പോകണം എന്നുള്ളതാണ്. ഞാൻ ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളെയും കുത്തി പറയേണ്ട ജോലിക്കത് എനിക്കില്ല, പറയേണ്ട കാര്യവുമില്ല. ഇപ്പം എല്ലാവരുടെ ശരീരത്തിലും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിങ്ങളും എല്ലാ ശരീരത്തിലുള്ള രക്തം ഒന്നാണ്. അതായത് മതമായിട്ട് ബന്ധമില്ല. നാളെ ഇത്തരത്തിലാണെങ്കിലും ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് ദുരൂഹത ഉണ്ടെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കുള്ള ഇടപെടൽ ഉണ്ടാവും. ഇനി അഥവാ എന്തെങ്കിലും ഇതിൽ സംശയത്തിൽ എന്തെങ്കിലും സംഭവിച്ച് എൻ്റെ ഈ ചുറ്റുപാടും വെളിയിലല്ല, ഈ എൻ്റെ വീടിൻ്റെ പരിസരത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് ഞാൻ ഇറങ്ങും. അതിന് എന്ത് രീതിയിൽ വന്നാലും ഞാൻ ഇറങ്ങി പ്രതികരിക്കും. നിലവിൽ ഇതിന് മുൻപ് കൊടുത്തിരുന്ന ആ ഒരു നിലപാടുകൾ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ദുരൂഹത ഉണ്ടെന്ന് തന്നെ നിലവിൽ വിശ്വസിക്കുന്നുണ്ടോ? ദുരൂഹം എന്ന് പറയാൻ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഇത് ഒരാളെ കാണാതെ വന്നതുകൊണ്ട് മിസ്സിങ്ങിൽ ഞങ്ങൾ പരാതി കൊടുത്താണ്. അത് ഉണ്ടോ ഇല്ലയോ വേറെ എന്തെങ്കിലും ആയതോ എന്ന് നമുക്കൊരു സംശയമാണ്. അപ്പോൾ അവർ പറയണ ഈ സുഖമില്ലാതെ കിടന്ന ആൾ എഴിച്ച് പോയി കരിക്കും ജപിച്ച് കുടിച്ച് ഇത് ഇങ്ങനെ കഞ്ഞിയും കുടിച്ച് BP ഷുഗറിൻ്റെ ഗുളികയും കഴിച്ചിട്ട് ചെന്ന് സമാധി ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുഖമില്ലാത്ത ഒരാൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റൂലത്. ഇത്ര അവസ്ഥയിൽ കിടന്ന ഒരാളാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് അടക്കം കേസെടുക്കണം എന്നുള്ള പരാമർശങ്ങൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം എന്തിനാണെന്ന് അറിയാതെയാണല്ലോ ഇവർ ചെയ്തില്ല, അങ്ങനെ ഇരിക്കുന്ന സമാധി ഇരുന്നാണ് മറ്റാണ് മറിച്ചാണെന്ന്. അച്ഛൻ ഒരു ഇളയം പറയണ ഇങ്ങനെ പോയി ഇരുന്നാണ്, കരിക്കും ചവിച്ച് കുടിച്ച് കഞ്ഞിയും കുടിച്ച് BP ഷുഗറിൻ്റെ ഗുളികയും കഴിച്ചിട്ട് സമാധി ഇരുന്ന്. മൂത്തമ്മ പറയണ ചെന്ന് സമാധി ഇരുന്ന് 2 കൈയും പൊക്കി വെച്ചിരുന്നു. അമ്മ മൊഴി കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ അമ്മ എത്തി നോക്കിയപ്പോൾ നെഞ്ചിടിക്കണമെന്ന്. ഈ മൂന്ന് വഴി നമ്മൾ കേട്ടോണ്ടിരിക്കല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ സംശയം തോന്നിയിട്ടാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കൊലക്കുറ്റത്തിന് കേസ് വരെ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സമാധിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പതിച്ചതിന് ശേഷമാണ് നിങ്ങൾ എല്ലാവരും ഇത് അറിയുന്നതെന്ന് പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ ഒരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണ രീതി എങ്ങനെയാണ്? എതിർത്തോണ്ടാണ്. എന്ത് പറഞ്ഞു? അവർ നമ്മളെ വിരട്ടി അയക്കാണ് നോക്കിയത്. അല്ല, എന്താ പറഞ്ഞതെന്ന് പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമല്ല, അത് അച്ഛൻ സമാധി ഇരുന്നാണ്. അത് നിങ്ങളുടെ കാര്യം നോക്കി, ഞങ്ങളുടെ കാര്യം അച്ഛൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഭാര്യയും മക്കളെല്ലാം കൂടി ഇതേ മരുമകളായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് സംസാരിച്ചത്. പിന്നെ നമുക്ക് അവർ സംസാരിക്കാൻ നോക്കില്ലല്ലോ. അവർ വെളിയിൽ ആരുടെയും അത്രയും സംസാരിക്കുന്ന കൂട്ടത്തല്ല. ഈ ഗോമണി എന്ന് പറഞ്ഞ ചേട്ടനെ പോലെ അല്ല മക്കൾ. അവരെ മക്കളാണെങ്കിൽ അവർ പ്രത്യേക ഒരു ടൈപ്പാണ്. അത് രണ്ടാമത്തെ മകൻ. ഇവരൊരു മൂത്തമ്മ മരിച്ചിട്ടുണ്ട്. ഇവിടെ ആറാലുമുട്ടിലാണ് അവർ ലാവളയിൽ നിന്ന് വന്ന് ഇവിടെ ആറാലുമുട്ടി താമസിച്ചപ്പോൾ അവിടെ ഒരു വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അവിടെയാണ് ഇവരെ മോനെ അടക്കിയത്. അവരടക്കിയിട്ട് ആ കല്ലറ വെട്ടി പൊളിച്ചു വരും. എന്നിട്ടാണ് ആ വസ്തു വീടും സ്ഥലം വിറ്റത്.
അല്ല കല്ലറ വെട്ടിപ്പൊളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ല. ഇവരെ ഹിന്ദു മതത്തിൽ ആചാരമായിട്ട് അടക്കി, അതെ, അടക്കിയിട്ട് അന്ന് ഈ ഭസ്മവും കൂളത്തില പൂളായിട്ടാണ് അടക്കിയത്. ഇതേപോലെ തന്നെ. അതായത് ഇപ്പോൾ അല്ല തറയിൽ നിന്ന് കെട്ടി ഇങ്ങനെ കല്ല് കൊരുത്തിറക്കി ക്രിസ്ത്യാനികൾ അടക്കം. വീടിനുള്ളിൽ ആണെന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ആ രീതിയിൽ. ഈ മൂത്ത മകന്റെ അത് വെളിയിൽ വീടിന്റെ ഫ്രണ്ടിൽ അത് അതൊക്കെ അതിൽ അംഗീകരിക്കാൻ പറയാം. വീടിന്റെ ഫ്രണ്ടിലാണ് കല്ലറ പോലെ കെട്ടി എടുത്ത് മാർബിളൊക്കെ ഇട്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്തതാണ്. ആ വീടും ഇവിടെ ഒരു വീട് വയ്ക്കാൻ തുടങ്ങിയ ശേഷം ആ വീടും സ്ഥലം വിൽക്കാൻ കരുതി ആ കല്ലറ ഈ അച്ഛനും മക്കളും കൂടി വെട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ട്, അമ്മയും കൂടി ചേർന്ന് പൊളിച്ച് കളഞ്ഞിട്ടാണ് ആ വീടും സ്ഥലം വിറ്റത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചേട്ടൻ ഏത് രീതിയിലാണ് അറിഞ്ഞത്? ഞാൻ കണ്ടാണോ, എനിക്കറിയാലോ. കണ്ടതാണ്. ഈ വസ്തു വിൽക്കാൻ, അവിടുത്തെ വസ്തു വിൽക്കാൻ എന്നെ ആളെ പറഞ്ഞ് ഞാനും ആളെ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ വിലക്കാർ. അപ്പോൾ വില ഒതുങ്ങാത്തോണ്ട് പോയതാണല്ല. അപ്പോൾ അവരാണല്ലോ ഈ ന്യായം പറയണത്. സ്വന്തം ഒരു മൂത്ത മോൻ്റെ കല്ലറ വരെ വെട്ടിപ്പൊളിച്ചാണ് ഈ അച്ഛനും 2 മക്കളും ഭാര്യയും കൂടി ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇത് ചെയ്തത്. ഇതൊന്നും അപ്പോൾ ഇതിൽ സംശയം വരില്ല നമുക്ക്. തീർച്ചയായിട്ടും ആ രീതിയിലാണ് യേശുദാസ് എന്ന് പറഞ്ഞ ഒരു പ്രദേശവാസി നമ്മളോട് പ്രതികരിക്കുന്നത്. ഇതിൽ ജാതിയോ മതവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവരാണ് മക്കളാണ് ഉണ്ടാക്കുന്നത്. മക്കളാണ് ഈ ജാതിയെ കൊണ്ടുവന്നത്. ജാതിയെ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളാണ്, ഭീകര സംഘടനയാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത് ഈ മക്കളാണ്. ഈ 2ാമത്തെ മോനാണ് ഇതുകൊണ്ടുവന്നത്. ഇത് ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു ചുറ്റും ഈ ഒരു ഏരിയയിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് വന്ന് നോക്കും. അതിനെ പ്രതികരിക്കരുത്, അത് സഹകരിക്കുക. ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ് അച്ഛൻ സമാധാനിക്കണം ഒരു വാക്ക് 2-3 വീട്ടുകാർ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഈ പോലീസും കാര്യങ്ങളും പൊളിക്കലും കാര്യമൊന്നുമില്ല. നമ്മൾ നിന്ന് നടത്തുമല്ലോ, സമാധി നടത്തുമല്ലോ. എന്തായാലും അത്തരത്തിലാണ് പ്രതികരണം. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ഒരു കർത്തവ്യം പൂർത്തിയാക്കിയെന്നേ ഉള്ളൂ. നാളെ ഇനിയും ഇത്തരത്തിൽ ഈ ഒരു അയൽപക്കത്തോ അല്ലെങ്കിൽ തനിക്കറിയാവുന്ന വ്യക്തികളുടെ വീട്ടിലോ ഒരു മരണം അസ്വാഭാവികമായി നടന്നു എന്ന് സംശയമുണ്ടായാൽ തീർച്ചയായിട്ടും ഇനിയും പരാതിപ്പെടും. അത്തരത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിലവിലിപ്പോൾ എന്തായാലും യേശുദാസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഉറച്ചു നിൽക്കുകയാണ്. ഒരു ഇനിയുള്ള പരിശോധനാ ഫലങ്ങൾ കൂടി വരട്ടെ, ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് പറയുന്നത്. ആ രീതിയിൽ ഒരു ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് യാതൊരു വിധത്തിലും യേശുദാസ് അടക്കമുള്ള പരിസരവാസികൾക്ക് ഒരു വ്യക്തിവിരോധവുമില്ല എന്നുള്ള കാര്യം കൂടി പറയുകയാണ്. ഈ മരണത്തിലുള്ള അസ്വാഭാവികത കൃത്യമായി തന്നെ പരിശോധിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് അന്നും ഇന്നുമുള്ളത് എന്ന് പറയുകയാണ്. ഇനി വിശദമായ റിപ്പോർട്ട് വരട്ടെ, പോസ്റ്റ്മോർട്ടത്തിൽ വിശദമായ റിപ്പോർട്ടുകൾ വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് യേശുദാസ് നമ്മളോട് പ്രതികരിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.